ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേര് നമ്മളായിട്ട് കോമൺ എടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംഭവമാണ് പി എച്ച് ഡിയുടെ എൻട്രൻസിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ കുറച്ച് ഇപ്പോൾ കോൺട്രവേഴ്സി ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പി ജി കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർക്ക് പി എച്ച് ഡിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഞാനൊരു ബ്രീഫ് പറയാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, നിങ്ങൾക്ക് എങ്ങനെ നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം, എൻട്രൻസിൻ്റെ കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പി എച്ച് ഡി റിസർച്ചിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC JRF യോഗ്യത നേടിയവർക്ക് 5 വർഷത്തേക്ക് സ്റ്റേയ്പെൻഡ് ലഭിക്കും. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. പുതിയ ആശയങ്ങൾ, ധാരണകൾ, ശാസ്ത്രങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നതിനായി പുതിയ അറിവിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ നിലവിലുള്ള അറിവിനെ നവീനമായും ക്രിയാത്മകവുമായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് റിസർച്ച്. പുതിയ ഗവേഷണാത്മക ഫലത്തിലേക്ക് നയിക്കുന്ന മുൻ ഗവേഷണങ്ങളുടെ സമന്വയവും വിശകലനവും അക്കാഡമിക് ഗവേഷണങ്ങളിൽ ഉൾപ്പെടാം. ഒരു ഗവേഷകൻ തൻ്റെ ഗവേഷണ മേഖലയുടെ ഉന്നമനത്തിനായി പ്രതിജ്ഞാബദ്ധനാകേണ്ടതാണ്. മാത്രമല്ല, തൻ്റെ കണ്ടെത്തലുകളെ രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളായി മാറ്റാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഗവേഷണ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർച്ചിൻ്റെ ഭാഗമായി മിക്ക യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് മെത്തഡോളജിയും ഗവേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചേർന്ന 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വർക്ക് അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ചില സംസ്ഥാന യൂണിവേഴ്സിറ്റികൾ, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഗവേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MPhil ബിരുദം നേടിയവരെ കോഴ്സ് വർക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. MPhil ഇപ്പോൾ നിലവിൽ UGC പറഞ്ഞിട്ടുണ്ട് MPhil അഡ്മിഷൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില കോളേജസ് MPhil ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ UGC അപ്രൂവൽ ഇല്ല കേട്ടോ MPhilന്, അത് നിങ്ങൾ ഓർക്കണം. ഗവേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MPhil ബിരുദം നേടിയവരെ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് വർക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കോഴ്സ് വർക്ക് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അടുത്തപടി ഗവേഷണ നിർദ്ദേശം, റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കുക എന്നതാണ്. അതിനായി സമകാലീന ഗവേഷണ കൃതികൾ വായിച്ച് സാഹിത്യാവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ റിവ്യൂ നടത്തേണ്ടതാണ്. അത് ഗവേഷണം ഉറപ്പുവരുത്തുന്നതിനും ഗവേഷണത്തിൻ്റെ ദിശ മനസ്സിലാക്കുന്നതിനും പുറമെ നിലവിലുള്ള റിസർച്ച് പേപ്പേഴ്സിനെ വിലയിരുത്തി വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൽ എത്താനും സഹായിക്കുന്നുണ്ട്. ശേഷം നിങ്ങളുടെ ആശയങ്ങളും ചർച്ച ചെയ്യുന്നതിന്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും ഗവേഷണത്തിൻ്റെ സമയപരിധി നിശ്ചയിക്കുന്നതിനുമായി റിസർച്ച് ഗൈഡിനെ സഹായം സ്വീകരിക്കാം. നമുക്കൊരു ഗൈഡ് എന്തായാലും ഉണ്ടാവും കേട്ടോ റിസർച്ച് മേഖലയെക്കുറിച്ച് പരിജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഡാറ്റാ ശേഖരണം, വിശകലനം, വ്യാഖ്യാനം, പരിണിതഫലം രൂപപ്പെടുത്തൽ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിനൊപ്പം നിങ്ങളുടെ ഗവേഷണ മേഖലയിൽ വരുന്ന രാജ്യാന്തര കോൺഫറൻസുകളിലും ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയും വേണം. അതുവഴി നിങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പ്രബുദ്ധരായവരുമായി ചർച്ച ചെയ്യുകയും അവരിൽ നിന്ന് കിട്ടുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ച് തൻ്റെ ഗവേഷണത്തിൽ അവ പ്രായോഗികമാക്കുകയും ചെയ്യാവുന്നതാണ്. എല്ലാത്തിലും ഉപരി തങ്ങളുടെ ഗവേഷണത്തിന് സഹായകരമാവും വിധം മറ്റു ഗവേഷണ സ്ഥാപനങ്ങളുമായി സംയുക്ത സഹകരണത്തിൽ ഏർപ്പെടാനുള്ള ഒരു മികച്ച വേദിയാണത്. നിങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ കുറഞ്ഞത് 2 പ്രശസ്ത രാജ്യാന്തര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുക. ഗവേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഗവേഷണാനുഭവങ്ങളും കണ്ടെത്തലുകളും എല്ലാം ചേർത്ത് റിസർച്ച് പ്രബന്ധം തയ്യാറാക്കുക. അതിനുശേഷം ഗൈഡിൻ്റെ അനുമതിയോടുകൂടി സമഗ്ര കോംപ്രിഹെൻസീവ് വൈവയ്ക്ക് പ്രബന്ധം സർവകലാശാലയ്ക്ക് സമർപ്പിക്കാം. ഇതാണ് ഒരു പ്രൊസീജിയർ. ഇപ്പോൾ കുറേ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പറയണതല്ല. അപ്പോൾ PhD ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഗവേഷണം എവിടെ നടത്താമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഓരോ ഗവേഷണ വിദ്യാർത്ഥിയും അഭിമുഖീകരിക്കുന്ന ചോദ്യമാണിത്. അതിനായി നിങ്ങളുടെ വൈദഗ്ധ്യ മേഖലയിലെ ഏറ്റവും മികച്ച ഗവേഷകനെ തിരയുകയാണ് അഭികാമ്യം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രസിദ്ധീകരണങ്ങൾ വായിച്ചതിന് ശേഷം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു മെയിൽ അയക്കുകയും ചെയ്യാം. മറ്റൊരു മാർഗം MHRD പ്രസിദ്ധീകരിക്കുന്ന NIRF റാങ്കിംഗ് പരിശോധിച്ച് ഒരു സർവകലാശാല ഉറപ്പിക്കാവുന്നതാണ്. അത് പ്രകാരം മുൻഗണനകൾ ഉണ്ടാക്കുക. അതിനുശേഷം അതിൽ നിന്ന് ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് AIIMS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്
എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നിപ്മർ, അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ, പ്രീമിയം സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവയ്ക്ക് ശേഷം അല്ലെങ്കിൽ അവയോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയാവുന്നതാണ് കേന്ദ്ര സർവകലാശാലകൾ. 5 കേന്ദ്ര സർവകലാശാലകൾ ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. NIRF റാങ്കിംഗ് നോക്കിയതിന് ശേഷം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഒരു വിദ്യാർത്ഥിക്ക് പരിഗണിക്കാവുന്നതാണ്. യോഗ്യത ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ MBBS, BTech, LLB, CA മുതലായ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് PhDക്ക് ചേരാം. അതോടൊപ്പം GRE, CAT, GMAT, GATE, UGC, JRF, UGC, NET എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യതാ പരീക്ഷ വിജയിച്ചിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. ധനസഹായം എല്ലാ സർവകലാശാലകളും ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നതിനായി പണം നീക്കിവെച്ചിട്ടുണ്ട്. IIM, IIT, NIT പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആദ്യ 2 വർഷം 31,000 രൂപയും അതിനുശേഷം 35,000 രൂപയിലധികം സ്റ്റൈപ്പൻഡായിട്ട് നൽകും. കൂടാതെ UGC, JRF യോഗ്യത നേടിയവർക്കും സമാനമായ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും കോണ്ടിജൻസി ഗ്രാൻഡ്, ആകസ്മിക അലവൻസ് ആവശ്യപ്പെടുകയും ചെയ്യാം. ധനസഹായത്തിൽ സർവകലാശാലയ്ക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം. ഉദാഹരണത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ബാംഗ്ലൂർ ആദ്യ വർഷം മുതലേ 35,000 രൂപ സ്റ്റൈപ്പൻഡായി നൽകുന്നുണ്ട്. എപ്പോഴൊക്കെ അപേക്ഷിക്കാം. എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും വർഷത്തിൽ 2 തവണ വിൻ്റർ ആൻഡ് സമ്മർ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അവർ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. വിദ്യാർത്ഥി ഒഴിവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കും. ഓരോ യൂണിവേഴ്സിറ്റിക്കും പ്രത്യേകമായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് പതിവായി പരിശോധിക്കുക. എഴുത്തുപരീക്ഷയും അഭിമുഖവും ഉണ്ടാവും. ലഭിച്ച അപേക്ഷകർ സർവകലാശാല സൂക്ഷ്മ പരിശോധന നടത്തും. യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മിക്ക യൂണിവേഴ്സിറ്റികളും ചുരുക്കപ്പട്ടിക ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ചില സർവകലാശാലകൾ പ്രത്യേകം എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തും. മറ്റുള്ളവ അഭിമുഖം മാത്രം നടത്തും. അഭിമുഖത്തിൽ ഗവേഷക നിർദ്ദേശം, റിസർച്ച് പ്രപ്പോസൽ, ഗവേഷണ അഭിരുചി, ഗവേഷണ താൽപ്പര്യം എന്നിവയും കൂടുതൽ പ്രാധാന്യം നൽകും. അഭിമുഖത്തിന് ശേഷം സർവകലാശാല അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും.